സ്പാനിഷ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തി റയൽ മാഡ്രിഡ്. ജയമില്ലാത്ത 3 മത്സരങ്ങൾക്ക് ശേഷം ജിറോണയെ നേരിട്ട റയൽ മാഡ്രിഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ 41-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. 29 യാർഡ് അകലെ നിന്ന് മോഡ്രിച്ചിന്റെ കിടിലൻ ലോങ് റേഞ്ചർ വലയിലെത്തുകയായിരുന്നു. രണ്ടാം പകുതിയിൽ 83-ാം മിനിറ്റിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ റയലിന്റെ ലീഡ് ഇരട്ടിയാക്കി വിജയമുറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 64% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 22 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. അതിൽ 5 മാത്രമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 676 പാസുകൾ 93% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. ജിറോണയ്ക്കാകട്ടെ 6 ഷോട്ടുകൾ മാത്രമാണ് തൊടുക്കാനായത്. അതിൽ 2 ഷോട്ടുകൾ മാത്രമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 385 പാസുകൾ 90% കൃത്യതയോടെ ജിറോണ പൂർത്തിയാക്കി. ഈ വിജയത്തോടെ റയൽ മാഡ്രിഡ് 54 പോയിന്റുമായി ബാഴ്സലോണയ്ക്കൊപ്പം എത്തി. ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ബാഴ്സലോണ 1-ഉം റയൽ 2-ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. 53 പോയിന്റുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് 3-ാം സ്ഥാനത്തുണ്ട്. ജിറോണ 31 പോയിന്റുമായി 12-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.